ഇതെന്റെ ലൈഫിൽ എനിക്ക് വഴി തെറ്റിയ കഥകളാണ്. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഹിമാചൽ പ്രദേശിലെ ജിബിയിലേക്ക് ഒരു സോളോ ട്രിപ്പ് പോയി. നല്ല ഭംഗിയുള്ള സ്ഥലമാണത്. അവിടുത്തെ ഒരു മേജർ അട്രാക്ഷനാണ് രഘുപൂർ ഫോർട്ട് ട്രെക്ക്. ഞാൻ ഒറ്റക്കായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ ഒരു പോയിന്റിൽ എനിക്ക് വഴി തെറ്റി. വഴി തെറ്റി നടന്ന് നടന്ന് വഴിയാധാരമായിരിക്കുന്ന അവസ്ഥയിൽ ഔട്ട് ഓഫ് ദ ബ്ലൂ കാടിനുള്ളിലൊരു പയ്യൻ എൻ്റെ മുമ്പിൽ വന്നു. അവൻ എന്നോട് കാര്യം തിരക്കി. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ട്, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ്റെ വീട് മലയുടെ താഴത്താണ്. ഇത് ഇവൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ് കാട്ടിനുള്ളിൽ കൂടി. അവൻ അവൻ്റെ നാടിനെക്കുറിച്ചും അവൻ പഠിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞു. ഇവിടെ എനിക്ക് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ഓഫർ ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരുന്നു. ഇവന് ഈ കാടിന് നടുക്ക് ഇങ്ങനെ ഒരാളെ വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളത്. ഒടുവിൽ അവൻ എന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയി. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോസ്റ്റ് ആൻഡ് ഫോൺ സ്റ്റോറി ഇതല്ല. അത് നടക്കുന്നത് എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ്. ഞാനും എൻ്റെ ഫാമിലിയും ആ വർഷത്തെ കൊച്ചിയിലെ നേവി ഡേക്ക് പോയി. മുന്നിൽ നടന്നിരുന്ന് ഞാൻ ഏതോ ഒരു ടേൺ മിസ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്ന് അങ്ങനെ വഴി തെറ്റിയിരിക്കും. എൻ്റെ കൂടെയുള്ളവരെ കാണാതെ വിഷമിച്ച് വഴിയിൽ നിൽക്കുന്ന എന്നെ ആരോ നേവി ഓഫീസേഴ്സിനെ ഏൽപ്പിച്ചു. അവരെന്നോട് ഡീറ്റെയിൽസ് ഒക്കെ തിരക്കി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കടവന്ത്രയിൽ ഇന്നൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഒരു വൈറ്റ് ടാറ്റ സിയാറ കാറിൽ ആണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കാർ ഈ സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അവരെന്നെ കാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങനെ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യിച്ചു. പിന്നെ ബൈക്കിൽ കയറ്റി ഒരു 2-3 റൗണ്ട് പേരൻസിനെ അന്വേഷിച്ച് ഞങ്ങൾ ട്രിപ്പൊക്കെ നടത്തി. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് അവരുടെ അനൗൺസ്മെന്റ് വഴിയോ എങ്ങനെയോ എൻ്റെ OG ടീം എന്നെ അന്വേഷിച്ച് ടെൻഷനിൽ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവർ കാണുന്ന കാഴ്ച ഇതാണ്. ഞാൻ നേവി ഓഫീസേഴ്സിന്റെ കൂടെ ചില്ല് ചെയ്ത് ഐസ്ക്രീം ഈമ്പി ഹാപ്പി ആയിട്ടിരിക്കുന്നത്.